എന്റെ ഫസ്റ്റ് വിസിറ്റ് ആണ് സെന്റ് സേവിയേഴ്സ്. സോ amazing welcome and I'm so happy. നിങ്ങൾ ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴും എനിക്ക് of course എന്റെ കോളേജ് ഡേയ്സ് ഓർമ്മ വരുന്നുണ്ട്. So I'm really happy. വീണ്ടും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. I'm so happy. So thank you so much. നല്ലൊരു വെൽക്കം. പിന്നെ നമ്മുടെ പടം of course സെപ്റ്റംബർ 19th റിലീസ്. പടത്തിന്റെ പേര് വള. പോസ്റ്റേഴ്സിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഇറ്റ്സ് കോൾഡ് ദ സ്റ്റോറി ഓഫ് എ ബാംഗിൾ. സോ ആ ഫുൾ പടത്തിന്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബാംഗിൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും വി കനോട്ട് റിവീൽ. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു അറൌണ്ട് 3 ജനറേഷൻസ്, ഇപ്പൊ ജനറേഷൻ അല്ല അതിന് പറയുമ്പോൾ ഒരു 3 കപ്പിളാണ് അല്ലേ. ഞാൻ കുട്ടേട്ടൻ, വിജയരാഘവൻ, ശീതൽ ആൻഡ് ലുക്മാൻ, ഞാൻ, ശ്രീ ആൻഡ് ഞങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ദ ഹോൾ സ്റ്റോറി ഗോസ് ത്രൂ ദ സ്റ്റോറി ഓഫ് എ ബാംഗിൾ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റോൾസ് ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പടം ഇസ് എ ഫാമിലി എന്റർടൈനർ ഓൾസോ. പ്ലസ് യൂത്തിന് ഇഷ്ടമാവുന്ന പല കാര്യത്തിൽ ടീസർ ട്രെയിലർ എല്ലാം നിങ്ങൾ കണ്ടു കാണണം. അതില് യു ക്യാൻ സീ ദ ഗ്രേറ്റ് ലുക്മാൻസ് വിഷു ഡാൻസ് എല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ലൈവ്ലി എന്റർടൈനർ. സോ പ്ലീസ് ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച്. അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ വരാൻ കഴിഞ്ഞതിൽ. ഈ പറഞ്ഞ പോലെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ കോളേജിൽ വരുന്നത്. ഇങ്ങനെ അതിലൂടെ പോകുമ്പോൾ ഇങ്ങനെ എത്തിച്ചു നോക്കാറുണ്ട്. ആക്ച്വലി കോളേജ് വരാന്ന് പറഞ്ഞത് എപ്പോഴും നമുക്കൊരു എനർജിയാണ്. നമ്മുടെ ആ കാലൊക്കെ ഓർമ്മ വരും. പ്രത്യേകിച്ച് വുമൻസ് കോളേജ് ആകുമ്പോൾ അതൊരു പ്രത്യേക എനർജിയാണ്. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ വള സെപ്റ്റംബർ 19th റിലീസാവാണ്. ഈ പറഞ്ഞ പോലെ ഒരു വളയാണ് കേന്ദ്ര കഥാപാത്രം. കൂടെ ഞങ്ങളൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ട്രെയിലറും ടീസറും സോങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആണ് സിനിമ. അപ്പോൾ എല്ലാവരും, അതാണ് പ്രധാന കാരണം വരാറ്. എല്ലാവരും സെപ്റ്റംബർ 19th 19th ആണെന്നില്ല, 20th ആണ് ഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം നോക്കി സൗകര്യം നോക്കി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. എനിക്കൊരു ഫോർമായിട്ട് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ തട്ടിമുട്ടി സംസാരിക്കാൻ മാത്രം എനിക്കറിയാം. സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള തിയേറ്റർ കുറച്ച് ഇൻട്രോവേർട്ടാണ് എന്നാണ് സ്വയം വിചാരിക്കുന്നത്. നിങ്ങളെ കാണാൻ സ്പെഷ്യലി പേടിയാണ്. പെമ്പിളാരായോണ്ട് എനിക്കറിയാലോ. മൊത്തത്തിലൊരു വൈബ് എക്സ്ട്രാ വൈബ് കൂടുതലായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഡാൻസ് എനിക്ക് സ്പെഷ്യൽ ഉള്ളപ്പോൾ തന്നെയാണ് ആക്ടിങ്ങും. അപ്പോൾ ആദ്യമായിട്ട് ലീഡ് റോളിൽ കണ്ട ഫിലിമാണ്. അതുകൊണ്ട് മാത്രം പറയില്ല, ഈ ഫിലിം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമ പോയി കാണാം. സെപ്റ്റംബർ 19th റിലീസ്. കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ നല്ല റിവ്യൂ തരുന്നത്. ഓക്കെ, താങ്ക് യു. ഹലോ, പ്രിയപ്പെട്ട ശാന്തി ചേച്ചി, സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഏറ്റവും സുന്ദരിമാരായ എൻ്റെ കൂട്ടുകാരെ, കാരണം ഞാനും ലുക്കും വരുന്ന വഴി ലുക്ക് ചോദിച്ചു ഈ കോളേജിനെ പറ്റി അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം, പണ്ട് ഈ കോളേജിലൊന്നും കയറാൻ മാത്രമല്ല ഈ കോളേജിലെ പെൺകുട്ടികളെ കാണാൻ പോലും എനിക്ക് കിട്ടാറില്ല. കാരണം ഞാൻ പഠിച്ചത് എനിക്കറിയുന്നറിയില്ല, കാക്കനാട് തൃക്കാക്കര ഭാരതമാത കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും സെയിം യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷെ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റാറില്ല. നിങ്ങളെനിക്ക് കാണാൻ പറ്റുന്നത് സാധാരണഗതിയിൽ ഈ MG യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നിങ്ങൾ ഈ കോളേജിൽ നിന്ന് നാടകവും സ്കിറ്റും ഒപ്പനയും ഒരു പരിപാടിയായിട്ട് വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. എന്നാൽ പോലും ഇവർ കാണിക്കില്ല. ഇവരുടെ ടീച്ചേഴ്സ്, നിങ്ങൾക്കൊരു ബസ്സൊക്കെ ഇല്ലേ, കോളേജ് ബസ്സില്ലേ,
ആ ബസ്സിനകത്ത് കയറ്റി പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ മാത്രം കൊണ്ടുവന്ന് പ്രോഗ്രാം കഴിയുന്നത് നേരെ നമ്മുടെ കോളേജിൽ ബസ്സൊന്നും ഞങ്ങൾ ഓട്ടോയൊക്കെ പിടിച്ച് വരാറുണ്ട്. അപ്പൊ അന്ന് മുതലേ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇതിലേക്ക് ഈ കോളേജിലൊന്നും കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനെ പറ്റി സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ കോളേജിൽ വരാൻ പറ്റിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ വള എന്ന സിനിമയുടെ പ്രമോഷൻ വരാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റിയ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ് വള എന്ന സിനിമ. ചേച്ചി പറഞ്ഞ പോലെ ഒരു വളയുമായി ബന്ധപ്പെട്ട കഥയാണ്. എന്നാൽ നമ്മളെപ്പോലെ യുദ്ധത്തിലും ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാണ്ട് നിങ്ങൾക്ക് അപ്പൊ പിന്നെ നമ്മളുടെ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ എല്ലാം യൂത്ത് ഐക്യം ലുക്മാൻ അവറാനാണ് വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ശീതളുണ്ട്, ഞാനുണ്ട്, ശാന്തി ചേച്ചി ഉണ്ട്, അതുപോലെ വിജയരാഘവൻ ചേട്ടനുണ്ട്, ധ്യാനുണ്ട്, നവാസുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കുക. എന്തായാലും ഞാൻ കൃതാർത്ഥനാണ്, ഇവിടെ വന്നു, നിങ്ങളുടെ ക്യാമ്പസിൽ വരാൻ പറ്റി, ഓഡിറ്റോറിയത്തിൽ കയറാൻ പറ്റി, നിങ്ങളുടെ ബുക്കിൽ ഞാൻ ഒരു തെളിവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ട് സ്വർണം കൊണ്ട് വട്ടം ചുറ്റിട്ടുണ്ടോ? സ്വർണം കൊണ്ട് വട്ടം ചുറ്റിട്ടുണ്ടോന്നല്ലേ, കുടുങ്ങി പോയിട്ടുണ്ടോന്നല്ലേ? അതെ, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സ്വർണം പണയം വെച്ച് പണയം വെച്ചിട്ട് അതെടുക്കാൻ ടൈമായാലും വിളിക്കുമല്ലോ. അപ്പൊ നമ്മള് അതിന്റെ പുറകെ അതെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് റോൾ ചെയ്യാനൊക്കെ ഒരു സമയത്ത് അങ്ങനെ അതിന്റെ പുറകെ കുറച്ച് കുടുങ്ങിയിട്ടുണ്ട് ഒരു തരത്തില്. അതന്നെ ഉദ്ദേശിച്ചത് സ്വന്തം അതല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ അതന്നെ അങ്ങനെ ഒരു അനുഭവം അതാണുള്ളത്. പിന്നെ വേറെ സ്വർണ്ണത്തിനെ പറ്റി വേറെ അനുഭവം ഉണ്ട്. ഇപ്പൊ സ്വർണ്ണം തൊടാൻ തന്നെ പേടിയായിരുന്നു. ഭയങ്കര ചൂട് പിടിച്ചവരെ പിടിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ അന്ന് ഇത് പണയം വെക്കൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു പരിപാടിയാണ്. താങ്ക് യു. എന്റെ ക്വസ്റ്റ്യൻ ചേട്ടനോടാണ്. ചേട്ടൻ പാട്ട് പാടാമെന്ന് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. പാടുന്ന പോലെ അഭിനയിക്കാനേ അറിയുള്ളൂ. ഇല്ല, അങ്ങനെ പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ പാടാറില്ല. ഞാൻ പള്ളിയിലൊക്കെ കേട്ടിട്ടില്ല. നമ്മള് റോഡിലിരിക്കുമ്പോഴൊക്കെ പാടുന്നതല്ല, അങ്ങനെ പബ്ലിക്കിൽ പാടാനുള്ള കോൺഫിഡൻസിൽ ചേച്ചി അങ്ങനെ പാടാറില്ല. പിന്നെ വേറെ നിങ്ങളുടെ ജനറേഷന് അറിയുന്ന പാട്ട് എനിക്കറിയാം, പക്ഷെ എൻ്റെ വേർഡ്സ് ഒന്നും അറിയില്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഞാൻ പഴയ പാട്ട് പാടാം. എനിക്ക് ഈ ചേട്ടൻ പാടാൻ പറയേണ്ടിയിരുന്നില്ലാന്ന് പറയരുത്. ഒരു പഴയ ഹിറ്റ് പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലാസിക് പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ പാടാം, എന്നിട്ട് അതിന്റെ മുന്നിലേക്ക് വരാം. തങ്കക്കിനാക്കൾ കൊണ്ടൊരു മായാത്ത മധുരകാരമാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരകാരമാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുളിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖിയാലോ പാവനാം പാട്ടുകളിൽ ഗാനലോല വീഥികളിൽ പ്രാണസഖിയാലോ
പാട്ടെന്ന് മാത്രമാണ് ഈ പുതിയ പാട്ടുകൾ പാടാൻ കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിലും ഈ ഗായകരൊക്കെ ഇങ്ങനെ ആദ്യം പാടാൻ പറഞ്ഞു ഒന്നുകിൽ ശബ്ദത്തിന് പ്രശ്നം അല്ലെങ്കിൽ ലേറ്റ്സ് ഓർമ്മില്ല നന്നായി പാടും. എന്റെ ക്വസ്റ്റ്യൻ ശ്യാമകൃഷ്ണ മാമിനോടാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥ ചൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ വളയെന്ന് പറഞ്ഞ സിനിമയുടെ കഥ ഏറ്റവും എക്സൈറ്റഡ് തോന്നിയ എലമെന്റ് എന്താണ്? ആക്ച്വലി ഇതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിന്റെയോ അമ്മയാണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അഭിനയിക്കാൻ തുടങ്ങിയ അപ്പോൾ തൊട്ട് നാച്ചുറലി ഐ തിങ്ക് എനിക്ക് അങ്ങനെ അടുത്ത റോൾസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് അമ്മയും ഞാൻ അഭിനയിച്ചു എന്നാണ് തോന്നുന്നത്. റൈറ്റ് ഫ്രം ഞണ്ടുകൾ, കുട്ടനാടൻ അപ്പപ്പ, വിജയ സൂപ്പർ അരവിന്ദന്റെ അതിഥികൾ. സോ ബേസിക്കലി എല്ലാ ടൈപ്പ് അമ്മ, അതായത് പല പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇമോഷൻസ് ഒക്കെ ഉള്ള അമ്മ. അപ്പൊ ഇനി എന്റെ റിക്വസ്റ്റ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് വാസ്, ആണുങ്ങൾക്കെല്ലാം ക്യാരക്ടർ റോൾസ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കും അതുപോലെ ഒരു ക്യാരക്ടർ റോൾ ഇതുപോലെ നിങ്ങൾ തരുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് ആസ്ട്രോനോട്ട് വരെ പെണ്ണുങ്ങളാണ്, പൈലറ്റ്സ് പെണ്ണുങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും പെണ്ണുങ്ങളുണ്ട്. സോ ഒരു പടത്തിൽ ജഗദീഷ്, ജഗദീഷ്, വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റ്സ് ആണ്. അവർക്ക് എല്ലാവർക്കും ഗിവിംഗ് ദം ഓൾ ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷെ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് നോ ക്യാരക്ടേഴ്സ്. അപ്പോ വീട്ടിൽ ഇരിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. സോ ദാറ്റ് ഈസ് വൺ വിഷമമാണ്. ബട്ട് ഐ ഹാവ് ടോൾഡ് ദം, ഐ ഹോപ്പ് അവർക്ക് പുതിയതായിട്ട്, ബിക്കോസ് അവരുടെ മെയിൻ കാരണം അവർ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ദി സിറ്റുവേഷൻ ഹിയർ. കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ ഏത് റോൾ ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? ഇതേപോലെ ഞാൻ ചെയ്ത ഏതെങ്കിലും റോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്നേഹം എന്നും എനിക്ക് ഉണ്ടാവണം. ലെറ്റ്സ് ഹോപ്പ് ഐ ഗെറ്റ് ഗുഡ് റോൾസ്. വള is one very sweet role. അത്ര എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് another thing is വിജയരാഘവന്റെ കൂടെ ഫസ്റ്റ് ടൈം ആണ് കപ്പിൾ ആയിട്ട് അഭിനയിക്കുന്നത്. സോ ഐ തിങ്ക് വി ഹാവ് എ ഗുഡ് പെയർ. എന്റെ ക്വസ്റ്റ്യൻ ശാന്തി മാമിനോടാണ്. മാം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോ ഈ ന്യൂ ജൻ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? മാം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആയിട്ടാണല്ലോ ഇപ്പൊ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. There is no much difference പറയാം. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അത് ആസ് ആക്ടേഴ്സ് ഹു ഹാവ് ബീൻ ഇൻ ദി 80s, ആ സമയം തൊട്ട് വന്ന് മൂന്ന് ഡെക്കേഡ്സ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തൊട്ട് ഫസ്റ്റിൽ അഭിനയിച്ചത് മമ്മൂക്ക, മോഹൻലാൽ പോലത്തെ ആർട്ടിസ്റ്റ്സ് അവരുടെ ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. സോ അന്ന് തൊട്ട് ഐ ഹാവ് ബീൻ വിത്ത് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൺ എക്സ്പീരിയൻസ്. പിന്നെ 90s വന്നപ്പോഴേക്കും ഇവരെല്ലാം സ്റ്റാറായി. ലാലേട്ടൻ്റെ കൂടെ വിഷ്ണുലോകം, മമ്മൂക്കയുടെ കൂടെ ഇത് നയം വ്യക്തമാക്കുന്നു. സോ സുരേഷ് ഗോപി, ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദം. സോ ഇവരുടെ സ്റ്റാർഡം ഞാൻ കണ്ടു. പിന്നെ ഇപ്പോൾ 2017-18 ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂജൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട നിവിൻ പോളിയും ടോവിനും ഫഹദും ഒക്കെ ആയിട്ടാണ്, അഫ്കോഴ്സ് ചാക്കോച്ചനായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിച്ചത്. സോ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് ആദ്യം ഞാൻ സെറ്റിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് അവരുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്ന സംഭവം അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പേടിയായിരുന്നു ഞങ്ങൾക്ക്. എന്ന് വെച്ചാൽ പേടി ഇൻ ദ സെൻസ് ഒരു റെസ്പെക്ട്ഫുൾ പേടി. അതായത് എന്തായിരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് മമ്മൂക്കനെ കാണുമ്പോൾ ഉണ്ടാവില്ലേ, even now if I meet Mamukka, എനിക്കിപ്പോഴും ആ ഒരു that respect and something like you can't just go and talk to him. So അങ്ങനെ ഒരു ഫീലാണ്. even though he's very approachable and very sweet. പക്ഷെ നമ്മള് ഇന്നത്തെ പിള്ളേരെ നമ്മുടെ അടുത്ത് വന്ന് ആദ്യം അവർക്ക് ഭയങ്കര ഒരു മടിയാണ്. എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, ഇവരുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, whether they will feel bad, അങ്ങനെയൊക്കെ. ബട്ട് once they know നമ്മൾ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടാണ്. എസ്പെഷ്യലി ലുക്മാൻ, ഈ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലുക്മാന്റെ കൂടെ എനിക്ക് കുറച്ച് സീൻസ് കൊടുത്ത്. ഈ സച്ച് എ സ്വീറ്റ് ബോയ്, സീരിയസ്ലി ആ ചിരി കാട്ടിനെ ആർക്കാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലേ? ഇവൻ നേരിട്ട് വന്ന് മാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന്
നമ്മൾ എന്ത് സീനാണ് ഏത് സീൻ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് സോ നൈസ് ടു ഹിയർ ദ ഫീഡ്ബാക്ക് ഇവൻ ഫ്രം ദം. കാരണം അവർ നമ്മുടെ അടുത്ത് ചോദിക്കും എങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങോട്ട്. സോ ദ ഇന്ററാക്ഷൻ വാസ് റിയലി ഗുഡ്. അതാണ് ഇന്നത്തെ ജനറേഷൻ, ദേ ആർ സോ ബ്രില്യൻറ്റ്. അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങളെ കൂടി ഹെൽപ്പ് ചെയ്യാണ്. സോ ഞങ്ങളുടെ ഇന്ററാക്ഷൻ ഇസ് റിയലി ഗുഡ് ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ചേച്ചി ഡാൻസ് ആണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഡാൻസ് കളിക്കാൻ പറ്റും. എന്റെ കൂടുതലുണ്ടാകുമ്പോൾ കുറച്ച് എനിക്ക് കളിക്കാൻ ഒരു അല്ല അറിയാവുന്ന ആ ഒരു ഇത് പിടിക്കില്ല. ലുമ്മ കളിക്കാം, ലുമ്മ കളിക്കാൻ ഞാൻ കളിക്കാം. അല്ല ഇവിടെ ഞാൻ പറയായിരിക്കും എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. നേരത്തെ കോവിഡ് പറഞ്ഞത് അതോടുകൂടി നിർത്തിയിട്ടാണ് അവസാനിപ്പിച്ചു പോയത് അല്ലേ? എങ്ങനെയുണ്ട് സെൻസി സ്കൂള്? ഇത് ഇപ്പൊ എൻ്റെ സംശയമാണ്. ഞാനിപ്പോ 1 മുതൽ അവസാനം പഠിച്ച ആ കോഴ്സ് വരെ ഞാൻ മിക്സഡ് സ്കൂളിൽ പഠിച്ചത്. കോളേജിലുള്ള മിക്സഡ് ആയി. ഈ മിക്സഡ് അല്ലാത്ത ഒരു കോളേജിൽ പഠിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലതാണോ? നല്ലതാണോ? അല്ല അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇതിനകത്ത് കയറിയപ്പോഴേ ഓക്കെ. അപ്പൊ ടോവിനോട് കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് തല്ലുമാല ചെയ്യുമ്പോൾ ടോവിനോ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അയ്യോ ടോവിനോ എന്നുള്ള സീനായിരുന്നു. ഞാൻ തുടക്ക സമയമാണ് 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളൂ മെയിൻ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇപ്പൊ ടോവി ബ്രോനായിട്ട് ഞങ്ങൾ ഭയങ്കര എന്നും മെസ്സേജ് ചെയ്യുന്ന ഇടയ്ക്ക് വിളിക്കുന്ന ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അന്നത്തെ ആലോചിക്കുമ്പോൾ അന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും എക്സൈറ്റ്മെന്റ് കുറവൊന്നുമില്ല. അവനോട് കൂടുതൽ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ടോവി ബ്രോനോട്. അടിപൊളി വെച്ചാണ്. മെസ്സി റൊണാൾഡോ മാസ്ക് ഉണ്ടല്ലോ, മെസ്സി അല്ല ആക്ച്വലി എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട് മെസ്സി റൊണാൾഡോ. അത് ശരിക്കും അവരുടെ മാസ്കിലാണ്, ഫേസ് മാസ്ക് വെക്കുന്നുണ്ട്. അത് പക്ഷെ ആരാന്നുള്ളതൊന്നും അത്ര വലിയ ഇതല്ല. പക്ഷെ ഇത് എന്തിനാന്നുള്ളതാണ് ശരിക്കും ഭയങ്കര സിനിമയില് ഭയങ്കര അത് പറയാൻ പറ്റില്ല. അപ്പൊ അത് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അങ്ങനെ ഞങ്ങള് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഫൈറ്റ് എന്നുള്ളപ്പോ തന്നെ ഞാൻ ചോദിച്ചത് ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയായിരിക്കും. അപ്പോൾ ഡയറക്ടർ മുഹാഷിന്റെ ഒരു ഐഡിയ ഭയങ്കര നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഡയറക്ടർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കടയിലെ കടോരമേ അണ്ട കടാഹം ആർക്കെങ്കിലും കറക്റ്റായി പറയാൻ പറ്റും. ബേസിലെ പടമാണ്. ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമയായിരുന്നു. ഇത് നല്ല ഇമോഷണലി എല്ലാവരും ടച്ച് ചെയ്തൊരു സിനിമയായിരുന്നു. അർഷദ് അതിന്റെ തന്നെ റൈറ്റർ ഉണ്ട പുഴു പിന്നെ കണ്ണിന്റെ കടലൊക്കെ ചെയ്ത അർഷദൊക്കെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ഡയറക്ടർ. 96 നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മ്യൂസിക്. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ക്യാരക്ടർ സിനിമ ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു പവർ പാക്കാണ് സിനിമ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ അവസാനമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇതൊരു ക്ഷണക്കത്തായി സ്വീകരിക്കണം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണണം, ഫാമിലി ആയിട്ട് കാണാൻ കഴിയുന്ന സിനിമയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും മാസ്ക് കൊണ്ട് എന്തിന് കളിച്ചതെന്നറിയാൻ, എന്തിന് ഫൈറ്റ് ചെയ്തതെന്നറിയാൻ ഞങ്ങൾ എല്ലാവരും വളരെ ക്യൂരിയസ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടി പോയി കണ്ടിരിക്കും.
സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇന്ററാക്റ്റീവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.